ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് സാധാരണ നമ്മുടെ വീട്ടിലുണ്ടായിരുത്തിയിട്ടുള്ള പൊട്ടുപൊടി വെച്ചിട്ട് നമ്മളിതാ നല്ലൊരു അടിപൊളി കേക്ക് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. വൈകിട്ടുള്ള ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ ഒരു കിടിലൻ ഐറ്റം. ക്ലാസ് കഴിഞ്ഞ് വരുന്ന പിള്ളേർക്ക് നമുക്ക് വളരെ പെട്ടെന്ന് റെഡിയാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരൈറ്റമാണ് ഇന്ന് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോസ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാവും. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഐറ്റം റെഡിയാക്കി എടുത്തിട്ടുള്ളതെന്ന് ഒന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ അതിന് മുന്നേ നമ്മുടെ വീഡിയോസ് നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഇന്ന് നമ്മളിവിടെ റെഡിയാക്കി എടുക്കുന്നത് വൈകിട്ടുള്ള ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിടിലൻ കേക്കാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. പിള്ളേർ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ അവർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഐറ്റം. അപ്പോൾ ഇതാ ഞാനിവിടെ 250 ml കപ്പിൽ 1.5 കപ്പ് പുട്ടുപൊടി വെച്ചിട്ടാണ് നമ്മളിന്നിവിടെ കേക്ക് റെഡിയാക്കി എടുക്കുന്നത്. അതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ്. ഇനി ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇനി ഞാനിതാ അതേ സെയിം കപ്പിൽ തന്നെ 1 കപ്പ് തൈര് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ തൈരിലേക്ക് ഞാനൊരല്പം വെള്ളം ഒഴിച്ച് ഒന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ഒഴിച്ചു കൊടുക്കാം. സാധാരണ നമ്മൾ പുട്ടിന് നനയ്ക്കുന്ന പോലെ തന്നെ അങ്ങ് നനച്ചെടുക്കാം. നല്ല പോലെ നനഞ്ഞ് കിട്ടണം. അപ്പോൾ ഇതാ നമ്മൾ 1 കപ്പ് തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇനി ഇതിലേക്ക് നമ്മൾ സാധാരണ ചായയൊക്കെ കുടിക്കുന്ന അതേ സെയിം ഗ്ലാസ്സിലാണ് ഞാനിവിടെ 1/4 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. സാധാരണ നോർമൽ വാട്ടർ അതും കൂടെ ഒഴിച്ച് നമുക്ക് ഈ പുട്ടുപൊടി നല്ല പോലെ ഒന്ന് നനച്ച് കുഴച്ച് വെക്കാം. നല്ല പോലെ അങ്ങ് കുതിർന്ന് കിട്ടണം. അപ്പം ഇനി ഇതിവിടെ മൂടി വെക്കാം. ഇനി ഞാനിതാ ഒരു മിക്സിയിൽ ഒരു ജാർ എടുത്തിട്ടുണ്ട്. നല്ല പോലെ ഡ്രൈ ആയി ഇരിക്കണം കേട്ടോ. ഒട്ടും വെള്ളം ഉണ്ടാവാൻ പാടില്ല. ഇതിലേക്ക് 2 മുട്ട നമുക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട ആയിരിക്കും. ഇനി ഇതിലേക്ക് ഒരു ഡ്രോപ്പ് വാനില എസൻസ്. നിങ്ങൾക്ക് വാനില എസൻസ് താല്പര്യമില്ലെന്നുണ്ടെങ്കിൽ 2 ഏലക്ക ഒന്ന് ചേർത്താലും മതി. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര. നിങ്ങൾക്ക് പഞ്ചസാര പൊടിച്ച് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മധുരത്തിലാണ് ചെയ്തെടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ. ഇപ്പോൾ ഏത് ഓയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇനി ഇത് നല്ല പോലെ ഒന്ന് അടിച്ചു കൊണ്ടുവരാം. അപ്പോൾ ഇതാ നമ്മളിവിടെ നല്ല പോലെ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതിലേക്ക് എക്സ്ട്രാ ഒരു മുട്ടയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ടോട്ടൽ 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. കാരണം നമ്മുടെ പുട്ടുപൊടി ഒന്ന് ഡ്രൈ ആയി വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ അടിച്ചെടുത്ത ബാറ്റർ കുറവായിരിക്കും. അപ്പോൾ അത് കാരണമാണ് ഞാനിവിടെ ഒരു മുട്ടയും കൂടെ എക്സ്ട്രാ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ 3 മുട്ട എടുത്തിട്ട് ചെയ്യാം. അപ്പോൾ ഇനി ഞാനിതാ ഒരു വലിയ ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ തൈര് ഒഴിച്ചെടുത്ത നമ്മുടെ പുട്ടുപൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതാ നമ്മൾ പുട്ടുപൊടി വലിയൊരു ബൗളിലേക്ക് നമ്മൾ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഒഴിച്ചു കൊടുത്ത തൈരും വെള്ളവും കൂടെ നല്ല പോലെ കണ്ടില്ലേ കുതിർന്ന് നല്ലൊരു ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ കൈ വെച്ച് കട്ടകളൊക്കെ നല്ല പോലെ അങ്ങ്
ഉടച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ പുട്ടുപൊടി നല്ലപോലെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. നമ്മുടെ പുട്ടുപൊടി നല്ലപോലെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ കേക്കൊന്ന് പൊന്തി വരാനായിട്ട് നമുക്കിതിലേക്ക് ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ, തന്നെ ഒരു 1/2 ടേബിൾ സ്പൂണ് ബേക്കിംഗ് പൗഡർ അതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ബേക്കിംഗ് പൗഡർ ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ബേക്കിംഗ് സോഡ ആയാലും ചേർത്താൽ മതി. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അടിച്ചെടുത്ത് നമ്മുടെ ഈ ബാറ്റർ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു സ്പാച്ചിൽ വെച്ച് നമുക്ക് മിക്സ് ചെയ്ത് എടുക്കാം. ഇതാ ഞാൻ ഒരു വിസ്ക് വെച്ച് നല്ലപോലെ അങ്ങ് കട്ടകളൊക്കെ ഉടച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല സ്മൂത്തായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ വീഡിയോയുടെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാനൊരു യെല്ലോ ഫുഡ് കളറ് ഒരു 2 ഡ്രോപ്പ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. നമ്മളിപ്പോൾ ഇവിടെ വീഡിയോ ചെയ്യുന്നത് കൊണ്ട് ചേർത്തുന്നേ ഉള്ളൂ. സാധാരണ നമ്മൾ പിള്ളേർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യണമെന്നില്ല. നല്ലപോലെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ 7 ഇഞ്ചിൻ്റെ ഒരു കേക്ക് മോൾഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് ഒരല്പം മൈദ ഒന്ന് ഡസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ ബട്ടർ പേപ്പർ ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഇതിങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളത്. ബട്ടർ പേപ്പർ ഉള്ളവർക്ക് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് വെച്ച് കൊടുക്കാം. നമുക്കിത് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ബാറ്റർ നല്ലപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ ഒരു സ്ക്വയർ വെച്ച് നമുക്ക് ഇതേപോലെ ഒന്ന് എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട് ബൗളിലേക്ക് നമുക്കിതങ്ങ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതാ ഞാൻ വെക്കുന്ന ബിരിയാണി പോട്ടാണ് ഞാനിവിടെ പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുള്ളത്. ഇതിലേക്ക് ഇതേപോലെ ഒരു റിങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് ഒരു ചെറിയ ബൗൾ കമിഴ്ത്തി വെച്ച് കൊടുത്താലും മതി. നല്ലപോലെ ഹീറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇതൊരു 45 മിനിറ്റ് ഇതേപോലെ മൂടി വെക്കാം. അതിന് ശേഷം നമുക്ക് തുറന്നെടുക്കാം. ഒന്ന് അടച്ചു വെച്ച് നമുക്കൊരു 45 മിനിറ്റ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ പുട്ടുപൊടി വെച്ചിട്ടുള്ള ഒരു കിടിലൻ കേക്ക് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കേക്ക് നല്ല പോലെ തണുത്തതിന് ശേഷം ഞാനിതാ ഒരു പ്ലേറ്റിലേക്കൊന്ന് ഡീമോൾഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. സാധാരണ നമ്മൾ എങ്ങനെയാണോ കേക്ക് റെഡിയാക്കി എടുക്കുന്നത് ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ കേക്ക് ബേക്ക് ചെയ്തെടുക്കുക. അപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഐറ്റാണിത്. കണ്ടില്ലേ, നല്ല പഞ്ഞി പോലായിട്ടുള്ള, സാധാരണ നമ്മൾ എങ്ങനെയാണോ കേക്ക് റെഡിയാക്കി എടുക്കുന്നത് ആ ഒരു രീതിയിലാണ് നമ്മൾ കേക്ക് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതേപോലെ തന്നെ നമുക്ക് ഫീഡ്ബാക്കും കൂടെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അതേപോലെ തന്നെ നമ്മുടെ വീഡിയോസിൻ്റെ ലിങ്ക് നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെ മറ്റൊരു വീഡിയോ കാണുന്നവരെ അസ്സലാമു അലൈക്കും.